എല്ലാവർക്കും തുന്നൽക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഐറ്റം, അതായത് മുത്ത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഐറ്റം ചെയ്ത് നോക്കാം. അതുപോലെ ഇതുപോലുള്ളൊരു 2 ബീഡ് എടുത്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഈ ഹെയർ ബാൻഡ് ചെയ്യാനാണ്. അതുപോലെ ഈ കമ്പിയുടെ ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഗം എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് B7000 എന്നുള്ള ആ ഒരു ഗമ്മാണ്. നല്ലവണ്ണം കമ്പിയുടെ ഒരു അറ്റത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ബീഡില്ലേ, അതായത് എൻഡിങ് ബീഡാണിത്. അപ്പോൾ അത് എടുത്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം കാണിച്ചു തന്ന ഓരോ മുത്തുകളും എടുത്ത് ഇതിലിങ്ങനെ കോർത്തെടുക്കുക. അങ്ങനെ കോർത്തെടുത്ത് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് ഈ ഒരു ബീഡ്സ് ഹെയർ ബാൻഡ്. അപ്പോൾ ഇതിൽ നമുക്ക് പേര് എഴുതിയിട്ടും ചെയ്യാം കേട്ടോ. അതായത് ലെറ്റേഴ്സ്, ഈ ബീഡ്സിന് പകരം, മുത്തിന് പകരം ലെറ്റേഴ്സ് കിട്ടും കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ടും ഇതിലിങ്ങനെ കോർത്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയിമിന് പകരം ഇതുപോലുള്ള കുറച്ച് വലിയ ബീഡ്സ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു വലിയ ബീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു മുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതുപോലെ ആ വലിയ ബീഡൊന്ന് കോർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറിയ മുത്താണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 4 വലിയ ബീഡ്സ് ഒന്നിടവിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡിൽ നമുക്ക് മുത്ത് കോർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫൈനൽ ലുക്കായിട്ട് 4 ബീഡും കോർത്ത് വന്നപ്പോൾ വരുന്നത്. എന്നിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ മുത്തുകൾ ഇതുപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡാണിത്. അങ്ങനെ എല്ലാ മുത്തും ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഈ എൻഡിങ് ബീഡിന് കറക്റ്റാക്കിയിട്ട് മാത്രം ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നീട് ലാസ്റ്റ് ഞാനിവിടെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. പശ തേച്ച് കൊടുത്തിട്ട് അതിൽ ആ എൻഡിങ് ബീഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വിധം. അപ്പോൾ ഇനി എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള ഈ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മുത്ത് മാത്രം കോർത്തെടുത്തിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വിധം. അപ്പോൾ നമുക്കിതിൽ ഫ്ലവേഴ്സും അതുപോലെ പേരുകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.